കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടോപ്പ് ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടല്ലോ, എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിൻ്റെ സ്ലീവ് ഞാൻ ഇപ്പം തയ്ക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ചുരിദാർ കട്ട് ചെയ്തപ്പോൾ ഞാൻ സ്ലീവ് കട്ട് ചെയ്തപ്പം ഇവിടെ ഒരു ജോയിൻറ്റ് വരുമായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ സ്ലീവ് ഒഴിവാക്കിയിട്ട് വേറൊരു സ്ലീവ് ഞാൻ കട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്ലീവുകൾ നമ്മൾ പല രീതിയിൽ കട്ട് ചെയ്യാം. അതിൻ്റെ ഒരു മെത്തേഡാണ് ഇത്. അപ്പം നമുക്ക് എല്ലാ മെത്തേഡും പഠിക്കാം കേട്ടോ. അപ്പം ആദ്യം സ്ലീവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സ്ലീവ് എടുത്തിട്ടുണ്ട്. സ്ലീവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ 2 സ്ലീവ് ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തേക്കുന്നത് കണ്ടില്ലേ, ഈ നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ചു വിട്ടേക്കുന്നത്. ബാക്ക് പീസിൻ്റെ സൈഡ് നമ്മൾ കുഴിച്ചു വിട്ടിട്ടില്ല. അപ്പോൾ അത് തിരിഞ്ഞു പോകാതെ തയ്ക്കണം. അപ്പം നമ്മൾ നല്ല വശങ്ങൾ അകത്തിട്ടേക്കുവാണ്, നല്ല വശങ്ങൾ അകത്താണ്. അപ്പോൾ അതിനെ ഇതാക്കിയിട്ട് നേരെയായിട്ട് ഫ്രണ്ട് ഭാഗം വേണ്ട, ഈ ഫ്രണ്ട് ഭാഗം നോട്ടിട്ട ഭാഗം ഫ്രണ്ട് ഭാഗം ആ സൈഡിലോട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ മടക്കി തയ്ക്കാം. മടക്കി തയ്ച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ നോട്ടിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം വെച്ച് നമ്മൾ നേരെ മടക്കുക. രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം കട്ട് ചെയ്തപ്പോൾ വീണ്ടും ഒന്നുകൂടെ മടക്കുക. അപ്പോൾ അവിടെ ഒരു നല്ല വീതിയിൽ നമ്മൾ 1.5 ഇഞ്ചിലാണ് എടുത്തേക്കുന്നത്. അതിനെ ആദ്യം ഒന്ന് മടക്കി വീണ്ടും ആ മടക്കിൻ്റെ ഭാഗം ഒന്നുകൂടെ മടക്കുക. അപ്പോൾ ഇത്രയും ഭംഗിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ആദ്യം ഇത് നോട്ടിട്ടുണ്ട്. അപ്പോൾ ആ മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കുക. കട്ട് ചെയ്ത ഭാഗം വരുമ്പോൾ ഒന്നുകൂടെ മടക്കി ഇപ്പുറത്തും അതേപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ, ലൈനുകളൊക്കെ ഉള്ളതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതാത് ലൈൻ, വെള്ള ലൈൻ അതാത് നേരെ നിൽക്കണം, ഇങ്ങനെ വലിച്ചു പോകരുത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ എൻഡിൽ കൂടെ അടിക്കാം. ഈ ലൈനിൽ കൂടെ കറക്റ്റ് ഇങ്ങനെ പിടിക്കണം. ആ ലൈൻ തിരിഞ്ഞ് ഇങ്ങോട്ട് മാറിപ്പോകരുത്. അതാത് ലൈൻ നോക്കി വേണം ഇങ്ങനെ ലൈനുള്ളത് അടിക്കാൻ കേട്ടോ. കേട്ടോ, മാറാതെ കറക്റ്റ് വലിക്കാതെ ഫ്രണ്ട് ഭാഗം സ്ലീവിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കണം. ഓക്കെ, അത് ഫിനിഷിംഗ് ആയിട്ട് അടിക്കണം, നല്ല വൃത്തിക്ക് അടിക്കണം. ധൃതി പിടിക്കാതെ പതുക്കെ. അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം ഈ സൈഡിൽ കിടക്കുമല്ലോ. അപ്പോൾ അടുത്ത കൈയുടെ എടുക്കേണ്ടത് ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ സൈഡ് വരുമ്പോൾ ആ കുഴിച്ച് വെട്ടാത്ത ഭാഗം ബാക്ക് സൈഡ് കണ്ട, ബാക്ക് സൈഡ് ഇങ്ങനെ നിൽക്കണം. നമ്മൾ അതടിച്ചു ബാക്ക് സൈഡ്. അപ്പോൾ അപ്പുറത്ത് ഫ്രണ്ട് ഭാഗം ഇപ്പുറത്ത് പോകും. അപ്പോൾ തിരിഞ്ഞു പോകത്തില്ല കേട്ടോ. ബാക്ക് സൈഡ് കുഴിച്ച് വെട്ടിയിട്ടില്ല, നമ്മൾ ആ കട്ടില്ല, അതായത് ഈ കട്ടില്ല. അപ്പോൾ ഇത് രണ്ടും ഒരേ വശത്ത് വരണം. അപ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു പോകില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കട്ട് ചെയ്തെടുത്ത് വീണ്ടും ഒന്നുകൂടെ മടക്കി കറക്റ്റാക്കി. അപ്പോൾ ആ കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടം വരെ നമുക്ക് മടക്കാനുള്ളതാണ്. ഇതുപോലെ തന്നെ മൊത്തം ഞാൻ എടുക്കണം. അപ്പോൾ 2 കൈയുടെയും അടിഭാഗം മടക്കി വെച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്നാ ചെയ്യണം, ഇതിൻ്റെ എൻഡ് ഭാഗം അടിക്കണം. ഈ മടക്കിൻ്റെ എൻഡ് ഭാഗം കൂടെ പ്രസ് ചെയ്തെടുക്കണം. നൂല് വരുന്നത് അപ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. വേസ്റ്റായിട്ട് കിടക്കുന്ന നൂലുകൾ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റണം കാണുമ്പോൾ. അല്ലെങ്കിൽ എല്ലാം കൂടെ കുരുങ്ങി മറിഞ്ഞ് കിടക്കും, വൃത്തി ഉണ്ടാവില്ല. ഇതിൻ്റെ രണ്ടാമത്തെ കൈയുടെ എൻ്റെ ഭാഗം മടക്കി തയ്ക്കണം.
ഇവിടം വരെ മടക്കി തയ്ക്കുക. അടിഭാഗം മടക്കിയ ഭാഗത്ത് രണ്ട് ഭാഗത്തെയും കൈ നമ്മൾ ഇതേപോലെ അടിച്ചു കഴിഞ്ഞു. രണ്ട് കൈയും അടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. രണ്ട് കൈയും നമ്മൾ അടിച്ചു കഴിഞ്ഞു കണ്ടോ. ഇത് നമ്മൾ ബോഡി തയ്ക്കുമ്പോൾ ടോപ്പ് തയ്ക്കുമ്പോൾ തിരിഞ്ഞു ഭാഗം അടിക്കണം. അപ്പോൾ രണ്ട് ഭാഗം ഇവിടെ വന്നു. കുഴിച്ചു വെട്ടിയ ഭാഗം ഉണ്ടല്ലേ, ഇത് കാണാമോ? തൊട്ടിട്ട ഭാഗം ബാക്ക് പീസിൻ്റെ സൈഡ് ഇവിടെ വന്നു. ഇത് നമുക്ക് ഇതേപോലെ തന്നെ മടക്കി വെക്കാം. ഇനി നമുക്ക് ഇതെടുക്കാം. ടോപ്പ് നമ്മൾ നെക്ക് ഭാഗം കട്ട് ചെയ്തല്ലോ. ഇത് ഈ സ്ക്വയർ വന്നേക്കുന്നത് ബാക്ക് പീസിലാണ്. അപ്പോൾ ഈ സ്ക്വയർ നമുക്ക് ബാക്ക് പീസിലോട്ട് മാറ്റി വെക്കണം. തയ്ക്കാൻ എടുക്കാൻ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഇത്. അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. ആദ്യം നെക്ക് ജോയിൻറ്റ് വന്നതെന്ന് വെച്ചാൽ ഒറ്റ തുണിക്ക് വെട്ടാൻ തുമ്പില്ലായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നെക്ക് വരുമ്പോൾ ഇതേപോലെ വരും കേട്ടോ. ക്യാൻവാസിലും കട്ട് ചെയ്ത് തയ്ക്കാം. അപ്പോൾ ഞാൻ തുണിയിൽ കട്ട് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നാൽ ഈ രണ്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്തെടുക്കണം. തുടങ്ങുമ്പോൾ ഒരു കെട്ടിടണം, അല്ലെങ്കിൽ അവിടെ അഴിഞ്ഞു പോകും കേട്ടോ. കേട്ടോ ഇതേപോലെ തയ്യത്തുമ്പ് കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് നിർത്തി. അപ്പം നമുക്ക് ഒറ്റ തുണിയായില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു സൈഡ് അരിവ് മടക്കും. അതായത് ഈ കട്ട് ചെയ്ത റൗണ്ട് ഭാഗമില്ലേ, അവിടെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഒറ്റ മടക്കുക കേട്ടോ. മടക്കിയതിന് ശേഷം ഇതേപോലെ ചുറ്റിനും മടക്കിയിരിക്കുക. ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡ് കഴുത്തിൻ്റെ ഈ സൈഡ് അരിവ് മടക്കണം കണ്ടോ, ഇതേപോലെ. അപ്പോൾ ഇവിടുന്ന് അടിക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് അടിക്കുക, മനസ്സിലായല്ലോ? ഇവിടുന്ന് ഒരു സൈഡ് ഇങ്ങനെ മടക്കി. നമ്മൾ തയ്ക്കുമ്പോൾ തുണി ഈ സൈഡിൽ കിടക്കണം കേട്ടോ. നമ്മൾ തയ്ക്കുന്നതിൻ്റെ ടേബിളിൻ്റെ ഇവിടെ അല്ല തുണി, അപ്പുറത്ത് തുണി ഇടരുത്. ഈ രീതിയിൽ വേണം വെച്ച് പോകാൻ. ഈ വളഞ്ഞ് വരുന്ന ഭാഗത്ത് കൈകൊണ്ട് തന്നെ കാണാമല്ലോ. ഒന്ന് അതേ ഷേപ്പിൽ നമ്മൾ ആദ്യം അടിച്ച അതേ ഷേപ്പിൽ പോകണം. നമ്മളിങ്ങനെ ഈ കട്ട് ചെയ്ത് രണ്ട് ജോയിൻറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ രണ്ട് പീസല്ല വന്നിരുന്നത്. അതിനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കി തയ്ക്കണം കേട്ടോ. അപ്പോൾ അതവിടെ അല്ലെങ്കിൽ അവിടെ ഒരു കട്ടിക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് ഉടമ്പൽ അടിച്ചെടുക്കണം. നമുക്ക് നെക്കിൻ്റെ ഭാഗം ഫ്രണ്ട് നെക്കിൻ്റെ റൗണ്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ബാക്കിൻ്റെ നെക്ക് കൂടെ അങ്ങ് അടിച്ചു വെക്കാം കേട്ടോ. അത് ഇതേപോലെ നമ്മുടെ സ്ക്വയറാണ് ബാക്ക് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതേപോലെ ചെയ്തതിന് ശേഷം ആദ്യം ഇത് രണ്ടിനെയും കൂടെ ചേർത്തടിക്കുക. അപ്പോൾ നമ്മൾ മറ്റേ ചെയ്ത പോലെ ഒറ്റ തുണിക്കകത്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർത്തടിക്കേണ്ടി വരത്തില്ല. കെട്ടിട്ട് നിർത്തുക, കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് നിർത്തുക. ഓക്കെ. എന്നിട്ട് നമ്മൾ സ്ക്വയറല്ലേ വേണ്ട, ഒരു സ്ക്വയറായി. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്യുന്ന എന്ത് ജോയിൻ ചെയ്താലും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് സെറ്റായി നിൽക്കും കേട്ടോ. എന്നിട്ട് ഈ ഒരു വശത്തൂടെ ഒറ്റ മടക്ക്, അതായത് ഈ വശത്തൂടെ ക്യാമറയെ കാണാൻ വേണ്ടി ഞാൻ പുറത്ത് വന്നു. അതേപോലെ തന്നെ തയ്ക്കാൻ എനിക്ക് വശം ഇവിടെ ആണ്, ഈ വശത്തൂടെ കണ്ടോ. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം ഒരു ഇഞ്ചോളം മുകളിലോട്ട് നിർത്തി നമുക്കിനി ഇവിടെ ഇങ്ങോട്ട് മടക്കി കൊടുക്കണം.
ഇവിടുന്ന് മടക്കി ആ സ്ക്വയർ ഷേപ്പ് എടുക്കണം. കണ്ടോ? സൂചി അവിടെ നിർത്തി തുണിയിൽ കുത്തി നിർത്തി. കണ്ടോ? ഞാൻ തുണി മാത്രം തിരിച്ച് സൂചി അതിനകത്ത് നൂലിനകത്ത് സൂചി നൂലും കൂടെ ആ തുണിയിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി താഴോട്ട് ഇതിലോ ഇങ്ങനെ വരണം. അപ്പം നമുക്ക് ഇവിടെ സ്ക്വയർ അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകണം. കേട്ടോ? ഇവിടെ നിർത്തി നമുക്ക് ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല തുണിയിൽ. അതുകൊണ്ട് ഇവിടുന്ന് അവിടെ കൊണ്ട് നിർത്തിയിട്ട് വേണം ഇങ്ങോട്ട് എടുക്കാൻ. കേട്ടോ? അവിടെ കൊണ്ട് നിർത്തിയിട്ട് വേണം മുകളിലോട്ട് വരാൻ. അപ്പോൾ ആ കോർണർ വന്നപ്പോൾ സൂചി തുണിയിൽ നിർത്തിയതിന് ശേഷം തുണി മാത്രം തിരിച്ചു. മനസ്സിലായല്ലോ? തുണി മാത്രം തിരിച്ചതിന് ശേഷം മുകളിലോട്ട് തയ്ച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മളത് തയ്ച്ച് കഴിഞ്ഞ് ഇത് ബാക്ക് നെക്കിൻ്റെ. അപ്പോൾ നെക്ക് ഭാഗം രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം ബാക്ക് നെക്ക് എടുക്കാം. ബാക്ക് പീസിൻ്റെ മടക്കിയ ഭാഗം ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതേപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഇതേപോലെ സ്ക്വയർ ഈ ഇവിടുന്ന് നേരെ അടിച്ച് ഇവിടെ കൊണ്ട് നിർത്തണം. എന്നിട്ട് ഇതിന്ന് നേരെ അടിച്ച് ഇവിടെ കൊണ്ട് എന്നിട്ട് മുകളിലോട്ട് പോകണം. വയ്ക്കാം. ആ സ്ക്വയർ നമ്മൾ ഈ കോർണറും ഈ സെൻറ്ററിൽ വരണം. കേട്ടോ? ഇവിടെ ആയിട്ട് വരണം. അതനുസരിച്ച് വേണം ഈ പീസ് വെക്കാനായിട്ട്. ഓക്കെ? ആ കോർണറിൽ കൊണ്ടുവന്ന് സൂചി നിർത്തിയതിന് ശേഷം സൂചി അവിടെ നിർത്തി തുണിയിൽ സൂചി അവിടെ നിർത്തിയതിന് ശേഷം തുണി മാത്രം തിരിച്ചു കൊടുത്തു. എന്നാലേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഷേപ്പിലോട്ട് വരണ്ടേ? അല്ല, ഇങ്ങോട്ട് വരണ്ടേ? അപ്പോൾ ഇങ്ങോട്ട് ലൈൻ വന്ന് വലിക്കരുത് കേട്ടോ. ആ ഷേപ്പിൽ തന്നെ പോകണം. എന്നിട്ട് ആ കോർണറിൽ കൊണ്ടുവന്ന് ആ മൂലഭാഗത്ത് കൊണ്ടുവന്ന് സൂചി നിർത്തി സ്ക്വയർ വരുമ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നിർത്തിയിട്ട് സൂചി അവിടെ നിർത്തിയതിന് ശേഷം തുണി കറക്കി മുകളിലോട്ട് വരുന്നത്. ഓക്കെ? ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ തയ്ച്ച് വരുമ്പോൾ നോക്കണം അടിയിലൂടെ രണ്ട് പീസ് വെക്കുന്നുണ്ടോ, സ്റ്റിച്ച് വരുന്നുണ്ടോ കേട്ടോ. ഇനി നമുക്കത് മുകളിലോട്ട് നോക്കാം. മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യും. കണ്ടല്ലോ? ഇനി നമ്മളെന്ത് ചെയ്യാം? ഇവിടെ അടിയിൽ സ്റ്റിച്ച് വരുന്നതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ മെയിൻ ടോപ്പിൻ്റെ പീസിൽ നമ്മൾ സ്ക്വയർ പീസിലും വന്നിട്ടുണ്ടോ നോക്കണം. അപ്പോൾ നമുക്ക് ഈ കോർണറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഭാഗത്ത് ഇങ്ങനെ നൂലിപ്പെടാതെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മടക്കി അടിക്കുമ്പോൾ ചുളിവില്ലാതെ കിട്ടും. കണ്ടോ? ഇതേപോലെ ഒരു കത്രി ഉണ്ടെങ്കിൽ ഹമ്മറുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിനെ പതിച്ചടിക്കാം. ഓക്കെ? ഈ തയ്യൽ തുമ്പും ഈ രണ്ട് തയ്യൽ തുമ്പും കൂടി ഇങ്ങോട്ടിരിക്കണം. നമ്മൾ ആ വെച്ച പീസിലോട്ടിരിക്കണം. ഈ തയ്യൽ തുമ്പും കണ്ടോ? ഈ രണ്ട് കഴുത്തിൻ്റെ പീസ് അടിച്ചില്ലേ? ഈ തയ്യൽ തുമ്പും ഈ വെച്ച പീസും കൂടെ വെച്ചിട്ട് ഈ പീസിൻ്റെ മുകളിൽ കൂടെ സൈഡിൽ കൂടെ അടിച്ചു പോകണം. ഈ പീസിൻ്റെ സൈഡിൽ കൂടെ അടിച്ചു പോകണം. തയ്യൽ തുമ്പ് ഈ വെച്ച പീസിനകത്ത് ആക്കിയതിന് ശേഷം കണ്ടോ? അത് നിങ്ങൾ നോക്കിയോ? ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ വെച്ച പീസിലോട്ട് പതിച്ചടിച്ച് പോകണം കേട്ടോ. ശ്രദ്ധിച്ച് നോക്കണം. നമുക്ക് ഇടാൻ നല്ല തുണിയായതുകൊണ്ട് അതാത് കളർ നൂലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വേറെ കളർ ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതേപോലെ ആ കോർണറിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. കണ്ടല്ലേ? പതിച്ചടിക്കുമെന്ന് പറയും കേട്ടോ. മുകളിൽ കൂടെ അല്ലെ പ്രസ് അടി എന്ന് പറയും, പ്രസ്സിങ്.
ഒന്ന് ഈ കോർണറിൽ കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ സ്ക്വയർ നെക്ക് കട്ട് ചെയ്തതിൻ്റെ ഭാഗത്തോട്ട് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ അതേ ആകൃതിയിൽ അവിടെ നിർത്തിയിട്ട് മുകളിലോട്ട് കണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമുക്ക് അകത്തോട്ട് മടക്കി കൊടുക്കും. ഈ ഒരു ഷേപ്പ് കിട്ടാനാണ് നമ്മൾ ഇത്രയും വർക്ക് ചെയ്യുന്നത്. കഴുത്തിൻ്റെ ഭാഗത്ത് ഈ ഒരു ഷേപ്പ് കിട്ടാനാണ് ഇത്രയും വർക്ക് ചെയ്ത്. കണ്ട, ഈ സ്ക്വയർ നെക്ക് കിട്ടാൻ വേണ്ടി. കണ്ടില്ലേ? ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് ഫിനിഷിങ് എടുത്തത്. ഓക്കെ, കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ബാലൻസ് നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റുക. ഇത്രയും മനസ്സിലായല്ലോ. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ബാക്ക് പീസിൻ്റെ നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പീസ് എടുക്കാം കേട്ടോ. ഫ്രണ്ട് പീസും അതേപോലെ നെക്ക് ഭാഗം അതേപോലെ നമ്മൾ വെച്ചു. എന്നിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആദ്യം, അതിൻ്റെ ഈ നെക്ക് ഭാഗം മുകളിൽ ഇതേപോലെ ആ ഷേപ്പ് അനുസരിച്ച് വെക്കണം. തെറ്റി പോകരുത് കേട്ടോ. ഇച്ചിരി തെറ്റിപ്പോയാൽ നമ്മുടെ കഴുത്തിൻ്റെ ആ ഷേപ്പ് അങ്ങ് പോകും. അതേ രീതിയിൽ സെൻറ്റർ നോക്കിയിട്ട് ഇച്ചിരി കൂടി ഇങ്ങോട്ട് മാറണം. ഉണ്ട്, അതേ രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് റൗണ്ട് ചെയ്തെടുക്കണം. ഇതേപോലെ 4 ഇഞ്ച് ഒരു പോയിന്റ് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. എല്ലാത്തിനും അങ്ങനെ കേട്ടോ. അതേപോലെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കും. വലിക്കരുത്, ആ ആകൃതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം. നീങ്ങിപ്പോകാതെ അടിയിലത്തെ തുണിയും മുകളിലത്തെ തുണി ഒരേ രീതിയിൽ വെച്ച് പോകണം. അതുകൊണ്ട് നമ്മളിങ്ങനെ റൗണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് അതേ ഷേപ്പിൽ നമുക്ക് പോകണം. കണ്ട, റൗണ്ടായിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തിയൊന്നും വേണ്ട. റൗണ്ടായിട്ട് നമ്മൾ തയ്ച്ച് വരുന്നത് പോലെ അങ്ങ് പോയാൽ കണ്ട, ഇതേ രീതിയിൽ വെച്ച് പോകണം. ഇങ്ങനെ നമുക്ക് മുകളിലോട്ട് ഇടുന്നത്. ഇതേപോലെ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ ബാലൻസ് നിൽക്കുന്നതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്കിവിടെ ഉണ്ടല്ലോ ആരെങ്കിലും സൈഡുമുണ്ട്. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ സ്ക്വയർ പീസിന് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തല്ലോ, നൂലിൽ തൊടരുത്. ആ തുണിയിൽ മാത്രം ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഈ തുണിയെ ഇങ്ങനെ അത് മുകളിൽ അടിയിലോട്ട് മടങ്ങി കിട്ടാൻ വേണ്ടിയാണ്. അതായത് കണ്ട, ഈ വളവുള്ള ഭാഗത്ത് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ റൗണ്ട് ഭാഗത്ത് ഇങ്ങനെ ചെറിയ നമ്മൾ അടിച്ച സ്റ്റിച്ചിൽ പെടരുത്. കണ്ട, പതുക്കെ രീതിയിൽ. അപ്പം നിങ്ങൾ ചെയ്തൊക്കെ കണ്ടല്ലേ. ഇനി നമ്മളിതിനെ പതിച്ചടിക്കാം. പതിച്ചടിച്ചില്ലെങ്കിൽ നമ്മളിതിനെ മുകളിലോട്ടാക്കി അടിയിലോട്ടാക്കിയതിന് ശേഷം മുകളിൽ കൂടെ അത് ഞാൻ പതിച്ചടിക്കാം കേട്ടോ. അതാണ് നല്ല വൃത്തി. അതേപോലെ തന്നെ വെച്ച പീസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തയ്യൽ തുമ്പ് വെച്ച് അടിക്കണം. ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ട് ഇരിക്കണം, വെച്ച പീസിൽ അടിക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ ഈ തുണി ഇങ്ങനെ പ്രസ്സിങ് കൊടുക്കണം. അപ്പം ചുളിവില്ലാതെ അടിക്കും. നമ്മൾ കൈ വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
തയ്യൽ തുമ്പ് ഈ വെച്ച പീസിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ അടിക്കാനായിട്ട് എളുപ്പമായിരിക്കും, പുളിവില്ലാതെ കിട്ടും കേട്ടോ. എന്നിട്ട് മുകളിലോട്ട് അടിച്ചു പോകാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം നെക്കും കഴിഞ്ഞു, ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നെക്ക് കഴിഞ്ഞു. മനസ്സിലായല്ലോ. ഇനി നമ്മളിത് എന്താ ചെയ്യാം, ഇതിനെ അടിയിലോട്ടാക്കിയിട്ട് ആ കഴുത്തിൻ്റെ ഷേപ്പ് നമ്മുടെ റൗണ്ട് നെക്ക്, യു നെക്ക, റൗണ്ട് നെക്ക, ഏത് നെക്കായാലും കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ കഴുത്ത് വെക്കണം. പീസ് വെക്കുമ്പോൾ ഇതേപോലെ വൃത്തിക്ക് വെക്കണം കേട്ടോ. കണ്ടോ. എന്നിട്ട് നമുക്ക് ഒന്നി മുകളിൽ കൂടെ പ്രസ്സിങ് കൊടുക്കാം, പ്രസ്സടി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പതിച്ചടിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്, അതവർ വൃത്തി കേട്ടോ, അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് മടങ്ങി പോവില്ല. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ കൂടെ നമുക്കൊന്ന് പ്രസ് മുകളിൽ കൂടെ ഒന്ന് പതിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് ഞാനിവിടെ ചേർത്ത് വെച്ച് ഒരടി. എൻഡിൽ കൂടെ അടിക്കുമ്പോൾ ഒരേ രീതിയിലായിരിക്കണം കേട്ടോ. ആ കഴുത്ത് അതേപോലെ മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ എൻഡിൽ കൂടെ അടിച്ചു പോകണം കേട്ടോ. വലിക്കരുത്. നമ്മുടെ കൈ എൻ്റെ ഇടത് കൈ കണ്ടില്ലേ, അതേപോലെ പ്രസ് ചെയ്ത് ഇതേപോലെ കഴുത്തിൻ്റെ ഭാഗം താഴോട്ടാക്കി മുകളിലോട്ട് നിൽക്കരുത്. അതേ ഷേപ്പ് നമുക്ക് കിട്ടണം. ആ റൗണ്ട് ഉദ്ദേശിക്കുന്ന നമുക്ക് ആ ഏത് നെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ നെക്ക് കിട്ടാൻ വേണ്ടി വൃത്തിക്ക് കിട്ടണം. നമ്മളൊരു ചുരിദാർ തയ്ച്ചാൽ നോക്കുന്നത് നെക്ക് ഭാഗവും നമുക്ക് വേണ്ട വൃത്തിക്ക് വേണ്ടത് നെക്ക് ഭാഗവും സ്ലിറ്റ് ഭാഗവും സ്ലീവിൻ്റെ ഭാഗവും, ഇത് മൂന്നും ശരിയായ ആ ചുരിദാർ തയ്യൽ നല്ല വൃത്തിയായ ചുരിദാർ തയ്ക്കുന്ന ആൾ നല്ലോണം തയ്ക്കുന്ന പോലെ. ഓക്കെ, അങ്ങനെ തയ്ച്ചെടുക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്കൊരു എത്താൻ പറ്റുള്ളൂ. ഇവിടെ ഒരു വരി തയ്ച്ചത് നല്ല നീറ്റായിട്ട് തയ്ച്ചാൽ നമുക്കൊരു ചെയ്യുന്ന ഒരു ജോലിക്കൊരു തൃപ്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പതുക്കെ സാവധാനം തയ്ച്ചെടുക്കണം കേട്ടോ. ധൃതി പിടിക്കരുത്. സമയമുള്ള കുറേ ചുരിദാർ തയ്ക്കാതിരിക്കുമ്പോൾ ഫുള്ളായിട്ടൊന്നും തയ്ക്കണമെന്നില്ല. കുറച്ച് ഭാഗം അടിച്ചിട്ട് ബാക്കി പിന്നെ അടിക്കുക. അങ്ങനെ ചെയ്ത് അടിച്ചാലും മതി. പക്ഷേ ഫുള്ളായിട്ട് അടിച്ചാൽ അത് ആ ജോലിയും കഴിയും. ഓക്കെ, അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് നെക്ക് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക. ഈ നിൽക്കുന്ന ഭാഗം ഹെം ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ വീതിയിൽ ഒരടി കൂടെ കൊടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം ഫ്രണ്ട് നെക്കും കഴിഞ്ഞു, ബാക്ക് നെക്കും അടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനെ നമ്മളത് പ്രസ്സടി കൊടുത്ത് അകത്തോട്ടാക്കി. ഇനി ഈ തയ്യൽ തുമ്പം ഒഴിവാക്കാനായിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗമില്ലേ എൻ്റെ, ഇതിൻ്റെ നല്ല വശം ഇത്, ബോഡിയുടെ നല്ല വശം ഇത്, ബാക്ക് പീസിൻ്റെ ബോഡിയുടെ നല്ല വശം, ബാക്ക് പീസിൻ്റെ നല്ല വശം ഇത്. അപ്പോൾ ഈ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഈ നെക്കിൻ്റെ ഭാഗം ആദ്യം ക്ലിയർ ആക്കണം. ഇതിനെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് നമ്മൾ ഇങ്ങോട്ട് വെച്ചേക്കുക. ഈ തുമ്പ് കാണാതിരിക്കാൻ നമ്മുടെ ഈ തുമ്പ് കണ്ടല്ലേ, നമ്മൾ പതിച്ചടിച്ചിട്ടില്ല, മുകളിൽ കൂടെ പതിച്ചടിച്ചിട്ടില്ല. കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കണം. ഈ വെച്ച പീസിനെ ഇങ്ങോട്ട് മടക്കണം. അപ്പോൾ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഈ തയ്യൽ തുമ്പ് കാണില്ല, കവർ ചെയ്ത് പോകും. അതായത് നെക്കുകൾ തമ്മിൽ ഫ്രണ്ട് നെക്ക് നമ്മൾ പതിച്ച് മുകളിൽ കൂടെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്ക് നെക്ക് കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം, ഞാൻ ഇത്രയും നീറ്റായിട്ട് പറയുന്നത് എൻ്റെ സ്റ്റുഡൻറ്റ് കാണുന്ന, എൻ്റെ ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുണ്ട്. അവർക്കൊന്നും മിക്കവർക്കും അറിയത്തില്ല. അറിയാൻ വയ്യാത്തവരുണ്ട്, കുറച്ചറിയാവുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ക്ലിയർ ആക്കാനും പിന്നെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതാണ് ഇത്രയും ക്ലിയറായിട്ട് ഞാൻ പതുക്കെ പറയുന്നത്. ഓക്കെ, അറിയാവുന്നവർ അറിയാൻ വയ്യാത്ത പോയിന്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. പക്ഷേ ക്ലാസ്സിൽ കയറാൻ താല്പര്യമുള്ളവർ വരണം കേട്ടോ. നല്ല ക്ലാസ്സാണ്, നിങ്ങൾക്ക് പ്രയോജനമുള്ള ക്ലാസ്സാണ് കേട്ടോ. ആദ്യം നമ്മൾ ഇതേപോലെ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് പീസ് അതേപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം ഈ ഇതിനെ നമ്മൾ ഫ്രണ്ടിലോട്ട് കവർ ചെയ്ത് ഇനി നമുക്കിവിടെ സ്റ്റിച്ച് കൊടുക്കാം. തയ്ക്കുമ്പം ഈ ലൈനുള്ളതാണെങ്കിൽ എപ്പോഴും നമുക്കത് ശ്രദ്ധ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ
ആ വെള്ള ലൈനെല്ലാം ഒന്നാക്കണം, ഒരേപോലെ വരണം. അങ്ങനെ അടിച്ച് വരുമ്പോൾ നമ്മൾ തിരിച്ച് നല്ല വശം വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്ക് കൈക്കുഴ ഭാഗത്തുനിന്ന് കെട്ടിട്ടടിക്കുക കേട്ടോ. കെട്ടിട്ടടിച്ച് കെട്ടിട്ട് നിർത്തി കണ്ട. ഒരടി കൂടെ കൊടുത്താൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം കേട്ടോ. നമുക്ക് ഉപയോഗിക്കാനാകുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. കയ്യെഴുത്തും വിട്ട് വെട്ടണം, ഇത്രയും അല്ലെങ്കിൽ സൂചി എപ്പോഴും ഉരുക്കും. എന്നിട്ട് ഇവിടെ നമുക്ക് ഇത്രയും കട്ടി വേണ്ടല്ല, ഇതേപോലെ ഒന്ന്. എന്നിട്ട് നമുക്ക് ഇതിനെ കണ്ടോ ഈ തുമ്പിനെ ബാക്കിലോട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കാണത്തില്ല. അപ്പോൾ നമുക്ക് ഒരേ ലെവലിൽ കിട്ടുകയും ചെയ്യും. ഇവിടെ ആ തയ്യൽ കുത്തുമ്പോൾ മറവ് കയറുകയും ചെയ്യും. കണ്ടോ ഇതേപോലെ തന്നെ പുറത്ത് ചെയ്യാം. പുറത്ത് മടക്കുമ്പോൾ ഈ രീതിയിൽ വേണം, ഇങ്ങോട്ട് മടക്കണം. ഫ്രണ്ട് പീസ് മടക്കി വെച്ചേക്കുവാണ്. ബാക്ക് പീസിൻ്റെ നെക്ക് അതേ സ്ക്വയർ നെക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ അടിയിലോട്ട് മടക്കണം. കണ്ടോ ഫ്രണ്ട് പീസിൻ്റെ സൈഡിലോട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മടക്കണം. മനസ്സിലായല്ലോ? റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ, അന്നേരം എല്ലാം മനസ്സിലാവും. ഞാൻ ഓരോ പോയിന്റ് നിർത്തിയാണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ. കെട്ടുക, കേട്ടോ. അപ്പോൾ നമ്മളത് അടിച്ചു കഴിഞ്ഞു. അവിടെ ആ കട്ടി വേണ്ട, അത്രയും നമുക്ക് കട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത ഇതിനെ ഇങ്ങനെ വലിച്ച് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായി കണ്ടോ. ആ തയ്യത്തുമ്പ് കാണില്ല, അതാണ് വൃത്തി. അപ്പോൾ അവിടെ കഴുത്തിൻ്റെ ഭാഗം നമുക്കിങ്ങനെ ഒരു സൈഡിൽ രണ്ട് സൈഡിനെ നെക്ക് ഭാഗം കൊണ്ടുവരില്ല കേട്ടോ. അപ്പോൾ നമ്മളത് അടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കിവിടെ ഇത്രയും വർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ബാക്ക് പീസിൻ്റെ ഇത്രയും വർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് പീസിൻ്റെ സൈഡിൽ കൂടെ വേണമെങ്കിൽ എൻഡിൽ കൂടെ വേണമെങ്കിൽ പണിക്കടിക്കും. കണ്ടോ നമ്മൾ സ്ക്വയറിൻ്റെ എൻഡിൽ നമ്മൾ അതേപോലെ ഫ്രണ്ടിൻ്റെ അടിച്ചതുപോലെ അടിച്ചില്ലല്ലോ. ഇനി വേണമെങ്കിൽ അന്നേരം ഈ വെച്ച പീസ് ഇങ്ങനെ പ്രസ് ചെയ്തിരുന്നോളൂ. ഓക്കെ, ആദ്യം നമ്മൾ നമ്മളിപ്പോൾ ചെയ്ത പണി മനസ്സിലാവത്തില്ല. ഷോൾഡർ തമ്മിൽ കവർ ചെയ്യുമ്പോൾ വൃത്തിയാവില്ല. അതുകൊണ്ടാണ് ആദ്യം ബാക്ക് പീസിൽ പ്രസ്സിങ് ചെയ്ത് ഫ്രണ്ട് വശത്തോട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കോർണറിലും ഇങ്ങനെ വന്നു നിർത്തിയതിന് ശേഷം സ്ക്വയർ നെക്ക് കഴിക്കല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ തിരിച്ചെടുത്തു ഇങ്ങോട്ട് പോകണം. ആ സ്ക്വയറിനകത്ത് അതേപോലെ കണ്ടോ ഈ കോർണറിൻ്റെ ഈ ഭാഗത്തോട്ട് വരണം. എന്നിട്ട് ആ കോർണറിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ചതുരം, അതായത് സ്ക്വയറോ ചതുരം ഏതാ കഴുത്തിൽ തയ്ക്കുമ്പോൾ അതേ ഷേപ്പ് എടുക്കാൻ നോക്കണം കേട്ടോ. നമ്മൾ നെക്ക് ഭാഗം തയ്ച്ചു കഴിഞ്ഞു. ഓക്കെ, ഫ്രണ്ട് അതേ ഷേപ്പ് നമുക്ക് കിട്ടി. ഇത് നമുക്ക് ബാക്കി നിൽക്കുന്നത് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. എല്ലാവരും നോക്കുക. ഇനി നമുക്ക് എന്താ സ്ലീവ് വെക്കണം അല്ലേ. ഈ നിൽക്കുന്നത് തുമ്പിങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് പ്രസ് ചെയ്തിരിക്കും. ഓക്കെ, നെക്ക് ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ വേണ്ടത്? സ്ലീവ് വെക്കണം. സ്ലീവ് ചെയ്യുമ്പോൾ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ
ഈ ഫ്രണ്ട് കുടിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ വരണം. നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഏതാ നെക്ക് ഇവിടെ വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടോ വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല വശം നോക്കിയിട്ട് ഫ്രണ്ട് ഭാഗം ഇവിടെ വെക്കണം. അപ്പോൾ ഈ കട്ടില്ലേ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തേക്കാണ് കട്ട് ഇങ്ങനെ വെക്കണം. കണ്ടോ ഈ കട്ട് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്നിട്ട് കുഴിച്ച് വെട്ടിയ ഭാഗം നമ്മുടെ ഫ്രണ്ട് പീസ് ഇതാണ്, ഈ പീസ് അവിടെ അത് ചേർന്ന് വരണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് റൗണ്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം കുറേശ്ശെ അടിച്ച് പോവുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ടടിക്കുക സെൻറ്റർ. അല്ലാന്നുണ്ട് ആദ്യമായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് പോവുക. സെൻറ്റർ വെച്ചിട്ട് ഇങ്ങോട്ടടിക്കുക. ബാക്ക് പീസാണ് ഇത്, സ്ലീവിൻ്റെ ബാക്ക് പീസ്. തുമ്പുകൾ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ സ്ലീവ് കട്ട് ചെയ്താൽ ഞാൻ വീഡിയോ പറഞ്ഞില്ലേ ഈ തയ്യൽ തുമ്പുകൾ തമ്മിൽ കറക്റ്റായിരിക്കും. അതായത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ബോഡി വണ്ണത്തിൻ്റെ 10-ൽ1 ഭാഗവും 4-ൽ1 ഭാഗവും എടുത്താണ് തുണിയുടെ കൈ കുഴിച്ച് വെട്ടിയത്. തുണിയുടെ കൈ കുഴിച്ച് വെട്ടിയത് കേട്ടോ. ആ വീഡിയോയിലുണ്ട്, എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഇങ്ങോട്ടും കൂടെ അടിക്കണം. ഈ സെൻറ്റർ മാറിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചാൽ മതി കേട്ടോ, വലിക്കാതെ ഇതേപോലെ. ഇപ്പം നമ്മൾ ബോഡിയുടെ നോട്ട് ഇട്ടേക്കുന്നുണ്ട് ഫ്രണ്ടാണ് കൈയുടെ ഇത്, ഇപ്പം ഒന്നും മാറിപ്പോകില്ല കേട്ടോ. അതുപോലെ തന്നെ ഇനി അടിച്ച് അടിയിൽ പീസും കൂടെ ചെക്ക് ചെയ്യണം. കയ്യിൽ വരുന്ന ചുളുകൊണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. അതേപോലെ ഇതിപ്പോൾ നമുക്ക് ഒറ്റയടി ഒരടി കഴിയും. ഇനി നമുക്ക് ഒന്നും കൂടി അടിച്ച് മൊത്തത്തിൽ എടുക്കാം. തയ്യലിൻ്റെ നേരെ മുകളിൽ കൂടെ അടിക്കാൻ നോക്കുക, അന്നേരം അടിയത്തില്ല കേട്ടോ. ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ഡ്രസ്സിങ് കൊടുത്ത് ഈ പതുക്കെ പോരണം, റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ സ്ലീവ് തയ്ച്ച് കഴിഞ്ഞു, ഒരു സൈഡ് കഴിഞ്ഞല്ലേ കണ്ടല്ലേ, ചുളിവില്ലാതെ നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. കാരണം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഈ തുമ്പ് കൈയുടെ അടുത്തോട്ട് വന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സിങ് കൊടുത്താൽ മതി. എന്താ ഈ തുമ്പ് കൈയുടെ സ്ലീവ് നമ്മൾ തയ്ച്ച 2 തുമ്പ് കൂടെ ഉണ്ടല്ലോ കൈയുടെ ഭാഗത്തോട്ട് വന്ന്, അപ്പം ഇങ്ങനെ പ്രസ്സിങ് കൊടുക്കുമ്പോൾ ചുളിവില്ലാതെ ഈ രീതിയിൽ തന്നെ മറ്റേ കൈയും വെക്കാം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2 കൈയും വെക്കണം. സെൻറ്റർ വെക്കുക, ഇത് ഫ്രണ്ട് സെൻറ്റർ വെക്കുക. ഇത് നമ്മൾ നോട്ടിട്ട ഭാഗം ഫ്രണ്ടിൽ വരണം, ഇപ്പുറത്ത് ഫ്രണ്ടാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതേപോലെ തന്നെ ഇതും ചെയ്യുക കേട്ടോ. ഇവിടുന്ന് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നോക്കണത് ഈ പോയിന്റും ഷോൾഡറും കറക്റ്റ് ആകുമെന്ന്. തയ്യത്തുമ്പ് ഞാൻ നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തല്ലോ, ഷോൾഡർ സെൻറ്റർ മാർക്ക് തയ്ച്ചിട്ടുണ്ട്. ആ സെൻറ്റർ തമ്മിൽ കറക്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ചെയ്ത് പോകാം. ഒറ്റ അടിക്കുന്നത് വരും. അപ്പോൾ തന്നെ തോൾ ഭാഗവും ഈ സെൻറ്ററും കറക്റ്റാണ്. നമ്മൾ സ്ലീവ് വെട്ടിയത് കറക്റ്റ് ആംഹോൾ, 2 ബോഡിയുടെ ആംഹോളും സ്ലീവിൻ്റെ ആംഹോളും റൗണ്ടും ഒരേപോലെ ആണെങ്കിൽ ഇങ്ങനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് കൂടിയും ഒന്ന് കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ.
അപ്പോൾ പിന്നെ ആ കൈയുടെ ഷേപ്പും ബോഡിയുടെ ഷേപ്പും എല്ലാം മാറും. ഈ ഒരടി കൂടെ അടിക്കണേ. രണ്ട് ഭാഗവും രണ്ട് കൈയും നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടണം. ആ തയ്യൽ തുമ്പ് കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഡ്രസ്സിങ് കൊടുക്കാം രണ്ട് സൈഡ് കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡ് നമുക്ക് ജോയിൻ ചെയ്യാം. സ്ലീവ് കറക്റ്റ് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ വണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് അത് നിന്നിട്ട് ഈ കൈക്കുഴികൾ തമ്മിൽ കറക്റ്റ് ആയിരിക്കണം. ഈ കൈക്കുഴിയല്ലേ, ഈ തുമ്പും കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം അടിക്കാൻ. ഓക്കെ, ഈ തുമ്പും രണ്ട് തുമ്പുകൾ തമ്മിൽ കറക്റ്റ് വെക്കണം. എന്നിട്ട് കൈവണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ തുമ്പിട്ട് തയ്ച്ച് വരുമ്പോൾ ഈ രണ്ട് തുമ്പുകൾ നമ്മൾ 1.5 ഇഞ്ചിൽ തയ്യൽ തുമ്പിട്ടേക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ ആ 1.5 പിടിച്ച് സ്ലിറ്റിൻ്റെ ഭാഗത്ത് വരെ തയ്ച്ച് പോകണം. കണ്ടോ, ഞാനിവിടെ നോട്ടിട്ടുണ്ട് 1.5 നമ്മുടെ തയ്ച്ച് കൊണ്ടിട്ടുണ്ട്. രണ്ടും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യാം, നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് നോട്ടിട്ടുണ്ട്, അത് രണ്ടും ഒന്നായി വരണം, അടുത്ത് വരണം, അങ്ങോട്ടിലോട്ട് മാറിപ്പോയി കേട്ടോ. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തി ഇത് നമ്മുടെ വേസ്റ്റ് സിറ്റ് ഭാഗത്ത് കേട്ടോ. സിറ്റ് ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ടിലോട്ട് മാറിപ്പോകരുത്, ഇത് രണ്ട് കറക്റ്റ് ആയിരിക്കണം കണ്ടോ. എന്നിട്ട് ആ തയ്യക്കുമ്പോൾ അവിടെ 1 ഇഞ്ച് നമ്മൾ തയ്യക്കുമ്പോൾ കണ്ടില്ലേ. എന്നിട്ട് അവിടെ കെട്ടിടണം, കെട്ടിട്ട് നിർത്തും. നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഭാഗം അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ച് പോകും. ഇവിടെ ഒരു അടിയും കൂടെ കൊടുക്കും. ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ അടിച്ചതിൻ്റെ മുകളിൽ കൂടെ അടിക്കാം. അന്നേരം നമുക്ക് കയ്യ കറക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ പ്രസർ ജോലിക്ക് പുറത്ത് ഒരടി കൂടെ അടിക്കുക കേട്ടോ. രണ്ട് രീതിയും ചെയ്യാം. തയ്യൽ കറക്റ്റാണെങ്കിൽ നമ്മൾ അടിച്ചതെല്ലാം കറക്റ്റാണെങ്കിൽ അടിച്ചതിൻ്റെ മുകളിൽ കൂടെ ഒരടി കൂടെ ഒടിക്കുമ്പോൾ ആ തയ്യലടിയാതെ ഇപ്പോഴത്തെ ഒരു തയ്യൽ കൂടെ കൊടുത്താൽ ഓക്കെ. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമത്തെ അടി വയ്ക്കുമ്പോൾ നിങ്ങൾ എടുത്ത വണ്ണവും കറക്റ്റ് എല്ലാം നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഈ മുകളിൽ കൂടെ അടിച്ചതിൻ്റെ മുകളിൽ കൂടെ അടിക്കുക. അല്ലെങ്കിൽ പിന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ പാടാം, അടിക്കാതിരിക്കാൻ നോക്കണം കേട്ടോ. നിർത്തി ഈ ചെയ്തതുപോലെ തന്നെ പുറത്ത് നമുക്ക് അടിക്കാം. ഈ നമ്മളിപ്പോൾ ഇവിടെ കൈ പിടിച്ചില്ലേ, അതുപോലെ തന്നെ ഇപ്പുറത്ത് ആ അളവ് തന്നെ നോക്കണം. രണ്ടാമത്തെ കൈ ചെയ്യുമ്പോൾ രണ്ടിങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളെടുത്ത ആ വണ്ണത്തിൽ തന്നെ ചേർത്തടിക്കണം കണ്ടോ. ആ തുമ്പിൽ തന്നെ അടിച്ചു പോകണം. അതുപോലെ തന്നെ ഈ തുമ്പുകൾ കറക്റ്റാകണം, ഈ ജോയിൻറ്റുകൾ കറക്റ്റായി വരണം. നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്, ആ ലൈനിൽ കൂടെ മേടിച്ച് പോയാൽ. ഇതേപോലെ അപ്പുറത്തെ സൈഡിലും വേണമെങ്കിൽ മാർക്ക് ചെയ്ത് അടിക്കാം കേട്ടോ. അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ക്ലാസ്സിലെല്ലാം. ഡീറ്റെയിൽസ് ആയിട്ടാണ് ക്ലാസ് വരുന്നത്. അതുകൊണ്ട് ഈ ജോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റ് ആയിരിക്കണം. ഈ ജോയിൻറ്റുകൾ കാണാമോ, ഈ ജോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഈ സ്ലീവിൻ്റെയും രണ്ടും കൂടെ കറക്റ്റായി നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലോട്ട് താഴോട്ട് വരുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഇത്
ആ ജോയിൻറ്റുകൾ നീങ്ങിപ്പോയാൽ നമുക്ക് വൃത്തിയിടാതിരിക്കണം. ഒരുപാട് കാണാൻ ഭംഗിയുണ്ടാവില്ല. ആ കയ്യിൽ തുമ്പുമ്പോൾ ഈ സൈഡ് വരുമ്പോൾ 1 ഇഞ്ച് ആവും കേട്ടോ. അവിടെ കെട്ടിട്ട് നിർത്തുക. പിന്നെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. നമുക്ക് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ കറക്റ്റ് നമ്മൾ അളവെല്ലാം കറക്റ്റാണെങ്കിൽ മുകളിൽ കൂടെ അടിക്കുക. അല്ലാതെ ഇപ്പോഴത്തെ പ്രസർ പിന്നിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അപ്പോൾ വണ്ണം കൂടിയോ കുറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചിടാൻ എളുപ്പം. കുറവാണെങ്കിൽ അടിക്കാം, കൂടുതലാണെങ്കിൽ ഇങ്ങനെ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. തയ്ക്കുമ്പോൾ തുണിയെ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കണം കേട്ടോ. കെട്ടിട്ട് നിർത്തുക. നൂല് പൊട്ടിക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് തുണിയെ തിരിച്ചെടുക്കാം. വേണ്ട, ഇത് രണ്ടും തയ്യൽ തുമ്പുകൾ കറക്റ്റായിരിക്കണം. നമ്മുടെ സ്ലീവിൻ്റെയും ബോഡിയുടെയും ഈ ജോയിൻറ്റുകൾ കറക്റ്റായിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുന്നത്. കണ്ടല്ലോ. ഇനി നമുക്ക് സീറ്റ് അടിക്കാം. 1 ഇഞ്ചല്ലേ നമ്മൾ തയ്യൽ കൊടുത്തേക്കണം. 1 ഇഞ്ചിന് 1/2 ഇഞ്ച് ആദ്യം മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കുക. കണ്ടോ? അപ്പോൾ ഈ ഭാഗം വരുമ്പോൾ സ്ലിറ്റ് ഭാഗം നമുക്ക് മടക്കി തയ്ക്കാം. സ്ലിറ്റ് ഭാഗം വന്നേക്കുന്നത് ഇതന്നെ കണ്ടില്ലേ, ഈ ഭാഗം. അപ്പോൾ അത് മടക്കി തയ്ക്കാനായിട്ട് നമ്മൾ 1 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 1 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ സ്ലിറ്റിന് ഈ എന്ത് ഭാഗം കറക്റ്റാകുന്നത് ഈ തുമ്പാണല്ലേ, ഈ തുമ്പിനെ ഈ നമ്മൾ 1 ഇഞ്ചേ അവിടെ എടുത്തിട്ടുള്ളൂ ഉണ്ടല്ലേ. ഈ 1 ഇഞ്ചിനെ ഇങ്ങനെ മടക്കും. 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കും. എന്നിട്ട് നേരെ നമുക്ക് അടിച്ചിടാം. ഈ മടക്കിൻ്റെ ഈ ഭാഗത്തൂടെ അടിച്ചിടാം. മടക്കിൻ്റെ എൻ്റെ ഭാഗത്തൂടെ അടിച്ചിടാം. മടക്കിൻ്റെ രണ്ട് ഭാഗത്തൂടെ അടിച്ചു പോകട്ടെ. പൊട്ടുക, അത് ആ പൊട്ടിയെടുത്ത് ചേർത്ത് വെച്ച് കാണാത്ത രീതിയിൽ തയ്ക്കണം. നമ്മൾ വളയരുത്. നമ്മൾ ആദ്യം മടക്കിയ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. ഈ വന്ന നൂലങ്ങ് കട്ട് ചെയ്തണം. നമ്മളവിടെ പൊട്ടിയല്ലോ, അല്ലെങ്കിൽ അവിടെ കുരുങ്ങി കിടക്കും. അത് ചേർന്ന് തന്നെ പോകണം. ഒരു പക്ഷേ പൊട്ടാതെ അടിക്കാൻ നോക്കണം കേട്ടോ. ഒറ്റ സ്റ്റിച്ചിലിന് പോരണം. എന്നിട്ട് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഇവിടെ കൊണ്ട് നിർത്തിയത് വരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടം വരെ അടിക്കാം. എന്നിട്ട് വളയാതെ നേരെ അടിച്ചു പോകണം. എന്നിട്ട് ഈ തയ്യൽ തുമ്പിനെ ഇതിനുണ്ടല്ലോ കണ്ടല്ലേ, ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ആക്കണം. 2 തയ്യൽ തുമ്പിനെ ഒന്നിങ്ങോട്ട് ഒന്നങ്ങോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ മടക്ക് അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നില്ലേ, ആ സ്റ്റിച്ച് കുഞ്ഞുടമ്പരാക്കും. ഈ കെട്ടിട്ട് നമ്മൾ നിർത്തി ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ മുകളിലോട്ട്
സ്റ്റിച്ച് ചെയ്ത് തരിക. ഈ വരുന്ന ലൈൻ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് തരിക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവിടെ കുത്തി നിർത്തിയതിന് ശേഷം സൂചി കുത്തി നിർത്തിയതിന് ശേഷം സൂചിയെ മാറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് വരട്ടെ. ഇപ്പുറത്തെ പീസ് ഈ തയ്യൽ തുമ്പ് കണ്ട ഇതേപോലെ മടക്കിക്കൊണ്ട് ഇപ്പുറത്തെ തയ്യൽ തുമ്പ് നമ്മൾ മറ്റേ സൈഡ് ചെയ്തതുപോലെ തന്നെ അങ്ങോട്ട് മടക്കിക്കൊണ്ട് കാണുന്നുണ്ടോ? മടക്കിയിട്ട് ഇനി നമുക്ക് താഴോട്ട് പോകണം. അവിടെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം തുണിയെ മാത്രം കറക്കണം കേട്ടോ. താഴോട്ട് എടുത്ത് പോകണം. ഇവിടെയല്ലേ വലിക്കരുത് കേട്ടോ. നമ്മൾ താഴോട്ട് തയ്ക്കുമ്പോൾ വലിച്ചു പോകരുത്. അങ്ങനെ ഷേപ്പ് ഉണ്ടാവില്ല. നേരെ ഇടും പൊളിച്ചിരിക്കും. അതുകൊണ്ട് തുണിയെ വലിക്കാതെ ഒരു മയത്തിലടിച്ചു പോകണം. ഓക്കെ. ലൈൻ തെറ്റുകയും ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മൾ അവിടെ അടിച്ച് കഴിഞ്ഞു. നൂല് കട്ട് ചെയ്ത് അപ്പോൾ കണ്ട സിൽക്കിൻ്റെ ഭാഗം കണ്ട 1 ഇഞ്ച് വേണം. 3/4 ഈ ഓപ്പൺ വന്നില്ലേ അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ഇവിടെ നിർത്തി ഇങ്ങനെ മുകളിൽ താഴെ നിന്ന് തയ്യൽ ഇവിടെ നിർത്തിയതിന് ശേഷം ഒരു 3/4 ഇഞ്ച് മുകളിലോട്ട് ഇറക്കുക. എന്നിട്ട് തുണിയെ അവിടെ സൂചിയിൽ കുത്തി നിർത്തിയതിന് ശേഷം തുണി തിരിച്ചിട്ട് ഇങ്ങോട്ട് പോകട്ടെ. എന്നിട്ട് താഴോട്ട് പോകാം. ഇനി നമുക്ക് ഇതിൻ്റെ അരിയിലും കൂടെ നമ്മൾ സ്ലീവിൽ മടക്കി അടിച്ചില്ല, അരി കടിച്ചില്ലേ, അതേപോലെ തന്നെ ഇതിനകത്ത് അരിയിലൂടെ തയ്യൽ എടുക്കാം. അടിക്കുമ്പോൾ കുറേശ്ശെ അടിക്കണം. അത് വളഞ്ഞു പോകരുത്. തയ്യൽ വളഞ്ഞു പോകാതെ നേരിട്ട് അടിച്ചു പോകണം കേട്ടോ. ഓക്കെ. സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് നല്ല നീറ്റ് അടിക്കണം. സ്റ്റിച്ച് മാത്രം തയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടാം. അന്നേരം നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ച് തയ്ക്കാം കേട്ടോ. കണ്ടോ അവിടെ കുത്തി നിർത്തി. ഇനി നമുക്ക് അങ്ങോട്ട് വേണ്ട താഴോട്ട് പോകണം. അപ്പം ഞാൻ സൂചി പൊക്കിയില്ല, തുണി മാത്രം കറക്കി സൂചി അവിടെ പ്രസ് ചെയ്ത് ഇനി താഴോട്ട് അങ്ങോട്ട് പോകണം. ചുറ്റുഭാഗം ഒരു സൈഡ് കഴിഞ്ഞു കണ്ടോ. തയ്യൽക്കുമ്പോൾ കറക്റ്റായിരുന്നു. അരിഭാഗത്തെ ചുറ്റുഭാഗം നേരെ കിട്ടി കണ്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഈ സൈഡ് അടിച്ചതുപോലെ തന്നെ മറ്റേ സൈഡ് അടിക്കും. സൈഡ് അടിക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം ഈ തയ്യൽത്തുമ്പോൾ അനുസരിച്ച് വേണം മടക്കാൻ. ഉണ്ടോ ഈ രീതിയിൽ മടക്കി പോകണം. ഈ രീതിയിൽ വേണം അങ്ങേറ്റം വരെ മടക്കാൻ കേട്ടോ. നമുക്ക് അടിച്ചു തരാം. ഇതേപോലെ വലിക്കാതെ പ്രസ് ചെയ്ത് അടിച്ച് പോകണം. നമ്മൾ മറ്റേ സൈഡ് അടിച്ചതുപോലെ തന്നെ. ഇതേപോലെ തന്നെ സിൽക്കിൻ്റെ പള വെച്ചിട്ടുണ്ട്. അതേപോലെ അവിടെ നിർത്തിയതിന് ശേഷം എന്താ 3/4 ഇഞ്ച് മുകളിലോട്ട് വന്നു. ഇനി എന്ത് ചെയ്യാം, നമ്മൾ സൂചി കുത്തി നിർത്തി ഇങ്ങനെ എടുക്കാം. ഇതേപോലെ
തിരിച്ചെടുക്കും. അതാണ് ഈ സെറ്റ് ഇങ്ങനെ ഇടുമ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതിന് ശേഷം അപ്പുറത്തെ സൈഡ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ട് താഴോട്ടടിക്കാം. ഇതുപോലെ ഇതിൻ്റെ എഞ്ചിവിടെ അടിച്ചു. നീറ്റായിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. തയ്യൽ വളരാതെ തയ്ച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എൻഡിൽ സ്ലിപ്പിൽ നമ്മളൊരടിയിലല്ല അതിൻ്റെ എൻഡ് കണ്ടാണ്ടോ വളയാതെ കറക്റ്റായിട്ട് ഞാനൊന്ന് നേരെ ഇങ്ങനെ കുറേശ്ശെ പഠിച്ചു കേട്ടോ. കഴിയുമ്പോൾ കറക്റ്റാക്കി വളയരുത്. അവിടെ കുത്തി നിർത്തി ഇനി തിരിച്ച് താഴോട്ട് വന്നു. നൂലൊക്കെ ഉള്ളത് അപ്പം കട്ട് കളയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എല്ലാം കൂടെ കുഞ്ഞു മടങ്ങില്ല നെറ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് അന്നേരം കുഞ്ഞിന് ചെയ്ത് വൃത്തിയാക്കും. രണ്ട് ഭാഗത്ത് സ്ലിറ്റ് ഭാഗം നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇല്ലേ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അത് ഇങ്ങനെ നിൽക്കണേ വളയാതെ സൈഡും തീറ്റി അതിലേക്ക് നേരെ കിട്ടും. കൈ വെക്കുമ്പോൾ കറക്റ്റ്. ഇനി ഈ ലെവലിൽ നമ്മുടെ അടിഭാഗം അതായത് ബോട്ടം റൗണ്ട് എന്ന് പറയും. ബോട്ടത്തിൻ്റെ ടോപ്പിൻ്റെ അടിഭാഗം മടക്കി അല്ലെങ്കിൽ താഴ്ഭാഗം മടക്കി ഇങ്ങനെ. ഇത് ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ആദ്യം ഒന്നുകൂടെ മടക്കി ഒന്നുകൂടെ അടിക്കും. അല്ലെങ്കിൽ ആദ്യം ഒന്ന് അടക്കിയിട്ട് ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ മടക്കും കേട്ടോ. ആദ്യം കറക്റ്റ് ഇങ്ങനെ മടക്കി അതേ ഷേപ്പിൽ മടക്കി ഈ വീതി തന്നെ എടുക്കണം കേട്ടോ. നമ്മുടെ സിൽക്കിൻ്റെ ഭാഗം എത്ര ഇഞ്ച് വീതി എടുത്തേക്കുന്നത്? 1 ഇഞ്ച് വീതിയല്ലേ. എന്നിട്ട് നമ്മൾ അടിച്ച് വന്നപ്പോൾ അത് 1/2 ഇഞ്ചാണ്. ആ വീതിയിൽ തന്നെ അടിഭാഗത്തും മടക്കണം. അങ്ങനെയാണ് ആകുമ്പോൾ ഒരേ വീതി 4 വശം വരുമ്പോൾ ഭംഗിയായിരിക്കും കാണാൻ. ഒറ്റ ചുറ്റി തന്നെ ഒറ്റ രീതിയിൽ മടക്കിയെടുക്കും. ഇത് തന്നെ മുന്നിൽ പൊട്ടിക്കാതെ ആദ്യം സിൽക്ക് ഭാഗം ഇങ്ങനെ അടിച്ച് ഒറ്റ തയ്യലിൻ്റെ വരും. ഡബിൾ തയ്യൽ ഇങ്ങനെ വരും. അത് പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ പാടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നില്ലേ, ഇത് തന്നെ ഇങ്ങനെ വരുന്നത് തന്നെ ചുറ്റി കൂടെ പോയിട്ട് ഒറ്റ തയ്യൽ പിന്നെ ഒരു അരിവ് കിട്ടും. അന്നേരം ഒറ്റ ആ റൗണ്ട് കാണാൻ നല്ല രസമാണ്. അതിന് വേറെ ഇവിടെ തയ്ച്ച് കൈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ നൂലിവിടെ കൊണ്ടുവന്നില്ല. അങ്ങനെ തയ്ക്കുമ്പോൾ ഇതിലൂടെ കട്ട് ചെയ്യത്തില്ല. അത് തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോകും. നമ്മൾ സ്റ്റിച്ച് ഇവിടെ ഒരു സൈഡ് അടിച്ചല്ലോ. ഇപ്പോൾ പുറത്തെ സൈഡ് അടിക്കുമ്പോൾ ഇതേ ലെവലിൽ വേണം. അല്ല, ഇത് ഈ ലെവലിൽ ഇതേ ലെവലിൽ വേണം മടക്കി വെക്കാൻ. അല്ലെങ്കിൽ ഒരു സൈഡ് ഫ്രണ്ടും ബാക്കുമായിട്ട് കൂടി കുറഞ്ഞു. ആ തയ്യത്തുമ്പോൾ എല്ലാം കറക്റ്റായിരിക്കണം. തുണി കട്ട് ചെയ്ത് കറക്റ്റായിരിക്കണം. മടക്കുന്ന കറക്റ്റായിരിക്കണം. എല്ലാം കറക്റ്റായിരിക്കണം.
നമ്മൾ തീരാറായി. അന്നേരം ഇവിടുത്തെ ഈ ഭാഗം നമ്മളിവിടെ അടിച്ച് നിർത്തിയേക്കുമല്ലേ, അപ്പം അതിന് ലെവൽ ചെയ്ത് വേണം മടക്കാൻ. അപ്പം അതൊക്കെ നോക്കി സമാധാനത്തിൽ ചെയ്യണം. അത്രയും വ്യത്യാസം, ആ രീതി അത്രയും വ്യത്യാസത്തിൽ വേണം മടക്കാൻ. കണ്ടോ? അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മടങ്ങിയിട്ട് ഇരിക്കേണ്ടി വരും. ഇതിൻ്റെ എന്ത് ഭാഗവും ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യാതെ ഒറ്റ അടിക്ക് തയ്ച്ചു പോകാം 4 വശവും. അതായത് സെറ്റിൻ്റെ ഭാഗവും അടിഭാഗവും എല്ലാം. അപ്പോൾ ഒറ്റ ആ തയ്യൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മടക്ക് ഭാഗത്ത് കറക്റ്റായിട്ട് വീഡിയോയിലും മെഷീനകത്തും എല്ലാം ഉള്ളിലും എല്ലാം കൂടെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമ്മുടെ തയ്യൽ നീറ്റാവാൻ വളരെ നോക്കണം. പുറത്ത് വറുക്കുകയാണെങ്കിൽ നല്ലോണം നോക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധയോടെ തയ്ക്കണം, പൊട്ടാതെ തയ്ക്കണം. അപ്പം നമ്മുടെ ശ്രദ്ധ മാറുമ്പോഴാണ് ഈ നോക്കി പൊട്ടുന്നത്. ഇടയ്ക്ക് ഞാൻ വീഡിയോ നോക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് സ്റ്റിച്ച് നോക്കണം. ഞാൻ എടുക്കുന്ന സ്റ്റിച്ച് നിങ്ങൾക്ക് കയ്യിൽ കാണുന്നു നോക്കുമ്പോഴത്തെ അവിടെ മാറും. അങ്ങനെ നമ്മൾ ബാക്കിലോട്ട് നൂല് വരും. പതുക്കെ തയ്ച്ചാൽ മതി കേട്ടോ. ഈ വീഡിയോയ്ക്ക് ഇത്തിരി ലെന്ത് കൂടുതലാണ്. കാരണം എൻ്റെ സ്റ്റുഡൻറ്റ് കാണാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയാണ്. അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ വേണ്ടിയാണ്. കുറച്ച് പഠിച്ചവരുമായിരിക്കും ഇത്രയും വലിച്ചു നിൽക്കുന്നത് എന്തിനാണ്, ശരിയാണ്. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ആയെങ്കിൽ അവരെ നമ്മളെ പോലെ ആക്കണ്ട, അതിന് വേണ്ടി കേട്ടോ. നമ്മുടെ ചുരിദാർ ടോപ്പ് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ ആ കഴുത്തിൻ്റെ ഭാഗം തെളിഞ്ഞ് ചെയ്ത് നീറ്റാക്കി എടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ തുമ്പിടരുത്, ഇങ്ങനെ തുമ്പിടരുത്. അതായത് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ചുറ്റുഭാഗങ്ങളെല്ലാം ഓക്കെ ആയി. അടിഭാഗവും അടിച്ചു. ഇച്ചിരി ജ്യൂസ് വേണം കേട്ടോ. കറക്റ്റാണ്. ഇച്ചിരി കഴിക്കാണ്ട് നമുക്ക് കൈ മടക്കാൻ പറ്റില്ല. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇത് നിങ്ങൾ നിങ്ങളുടെ അളവിൽ വയ്ക്കുക. ഓക്കെ, 2 കൈയും വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് മുന്നേ നോക്കണം ഷോൾഡറും നെക്കിൻ്റെ ഷോൾഡറും ഇത് കറക്റ്റാവാൻ നോക്കണം. ഉണ്ടോ? ഇത് രണ്ടും കറക്റ്റ്. സ്ലീവ്, നമ്മളെടുത്ത സ്ലീവും കറക്റ്റാണെന്ന് നോക്കണം. എഴുതുമ്പോൾ കറക്റ്റാണെന്ന് നോക്കണം. എന്താ ഇത് കറക്റ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഈ രണ്ടും കറക്റ്റാണെന്ന് നോക്കണം. കറക്റ്റല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് കണ്ട, ഈ ജോയിൻറ്റ് ഇവിടുത്തെ ജോയിൻറ്റ് കറക്റ്റായിട്ട് കണ്ട കറക്റ്റ്. ചില തയ്യൽക്കുമ്പോൾ ഒന്നിങ്ങോട്ട് വരും, ഒന്നങ്ങോട്ട് പോകും. അതൊക്കെ വൃത്തിയിടാട്ടോ. ഇതൊക്കെ കറക്റ്റായി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്ലിറ്റുകൾ തമ്മിൽ കറക്റ്റാന്ന് നോക്കും. നമ്മുടെ കൈയുടെ ജോയിൻ്റ് ഇല്ലേ, ആംപോളിൻ്റെ ജോയിൻറ്റും സിറ്റിൻ്റെ ജോയിൻറ്റും കൂടിയും കുറഞ്ഞോ നോക്കണം. കണ്ട കറക്റ്റല്ലേ? ആംപോളും കൈക്കുഴി കൈ ഞാൻ പിടിച്ചേക്കുന്നില്ലേ ഇടത് കൈ, അതും ഈ സ്ലിറ്റും കറക്റ്റാന്ന് നോക്കണം.
ഒന്ന് കൂടി ഇറങ്ങിയും പോകരുത്. അതായത് ഒരു സൈഡ് ഇറങ്ങി പോലും ഒരു സൈഡ് കയറി പോലും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ചെയ്തത് ഈ 4 തുമ്പും കൂടെ കറക്റ്റാണ് നോക്കണം. ഉണ്ടാവും അതല്ല. ഇനി നമ്മളെ ബോട്ടം റൗണ്ടില്ലേ അടിഭാഗം, ഇതും കറക്റ്റാണ് നോക്കണം. ഇതെല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റായതിന് ശേഷം കസ്റ്റമറാണെങ്കിൽ കൊടുക്കാവും, നമ്മളാണെങ്കിൽ ഇടാവും. ഓക്കെ, ഇതും എല്ലാം കറക്റ്റായിരിക്കും. ചിലപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒന്ന് കൂടി വീതി കൂടി കുറഞ്ഞൊക്കെ വരും. അങ്ങനെ പാടില്ല കേട്ടോ. ഇനി ഇത് കഴുത്ത് ഹെമ്മിങ് ചെയ്ത് ഇട്ട് കാണിക്കാം. ഓക്കെ, ഹെമ്മിങ് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്യണം. പിന്നെ ഒന്ന് അയൺ ചെയ്തിട്ട് ഇട്ട് കാണിക്കാം. ഓക്കെ, ഫൈനൽ. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പിൽ വരിക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഫിനിഷ് കണ്ടല്ലോ. ഞാനിത് ഇട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ തയ്ച്ച കണ്ടോ, ടോപ്പ് കണ്ടോ, കറക്റ്റായിട്ടുണ്ട്. എനിക്ക് ഇത്തിരി ലൂസ് ഇഷ്ടമാണ്. ഒന്ന് ഫിറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഇതാവില്ല. ഞാനിപ്പോൾ ഈ രീതിയിൽ കണ്ടോ, സ്ലിറ്റ് ഭാഗം ഉണ്ടോ, സ്ലിറ്റ് ഭാഗം നമ്മൾ നടന്നു പോകുമ്പോൾ ബാക്ക് ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ഈ രീതിയിൽ നിൽക്കണം. കണ്ടോ കണ്ടോ, ഇതേ രീതിയിൽ, മനസ്സിലായില്ല? അതുപോലെ തന്നെ ഇത് എടുക്കുന്ന വണ്ണം ഇതേപോലെ ഇത്തിരി കൂടെ ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ സൈഡിൽ ടൈറ്റ് കൊടുത്താൽ മതി. പിന്നെ അതുമല്ലെങ്കിൽ ബാക്കിലിട്ടാക്കിയിട്ടുള്ളൂ. നെക്ക് ഉണ്ടല്ലേ, സ്ക്വയർ നെക്കാണ് കാണുന്നല്ലോ. ഈ രീതിയിൽ കൈയൊക്കെ ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊന്ന് പിടുത്തം ഒന്ന് കൈ വർക്ക് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഫിറ്റ് വന്നാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പാടായിരിക്കും. പുറത്തോട്ട് പോകുമ്പോൾ അതനുസരിച്ച് ബോഡി ഷേപ്പിൽ നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ ആ രീതി മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതേ രീതിയിൽ മോഡൽ അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് കാണാം കേട്ടോ. ഞാൻ നേരെ ആ ടോപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഓവർ കോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇന്നറായിട്ട് പോവുകയും ചെയ്യാം. നമുക്ക് എത്ര ലൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വർക്ക് ചെയ്യാനൊരു ഫ്രീ ആയിട്ട് നിൽക്കും. ഫിറ്റ് വരുമ്പോൾ എല്ലാം കൂടെ ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ഇന്നറിട്ട് നമുക്ക് ഷോൾ ഉപയോഗിക്കേണ്ട ഈ രീതിയിൽ ഷേപ്പായിട്ട് പോകും കേട്ടോ. എല്ലാം കറക്റ്റായിരിക്കും. ലെന്ത് ഇപ്പം ഇങ്ങനെ ഇപ്പം ലൈനുള്ള ഇത് ചെക്കിൻ്റെ തുണിയല്ലേ, ഇതിനകത്ത് ഇതേപോലെ പ്ലെയിൻ തുണി എടുത്തിട്ട് ഇതേപോലെ ചെയ്യാം. എങ്ങനെ ആയാലും ഇതേപോലെ തയ്ച്ചാൽ ഈ രീതിയിൽ നമുക്കൊരു ഇന്നർ ഇട്ടാൽ മുകളിൽ ഇന്നർ പോലെ ഇടുകയും ചെയ്യാം. ഓവർകോട്ട് പോലെ ഈ ടോപ്പ് ഇടാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. ഈ ഓവർകോട്ടും എല്ലാ ക്ലാസ്സുകളും പഠിപ്പിക്കുന്നുണ്ട്. ചേരാൻ താല്പര്യമുള്ളവർ ക്ലാസ്സിൽ വരിക കേട്ടോ. ചേർന്ന് പോലെ പഠിക്കണം, പഠിച്ച് പ്രയോജനപ്പെടുത്തണം. അങ്ങനെയുള്ളവർ മാത്രം, പഠിക്കണം എന്നുള്ളവർ മാത്രം വന്നാൽ മതി കേട്ടോ. കണ്ട് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളവർ മാത്രം ക്ലാസ്സിൽ ചേരുക, കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഞാൻ ഇട്ടേക്കുന്ന ടോപ്പ് പല കളറിലെ തുണി നമുക്ക് വാങ്ങിച്ച് തയ്ച്ചാൽ ഇതേപോലെ നമുക്ക് തയ്ച്ചിട്ട് ഇത് ഇങ്ങനെ. ഇതെൻ്റെ ബ്രദർ തന്ന തുണിയാണ്. ഒരു ബ്രദറിൻ്റെ യൂണിഫോമാണ്. എൻ്റെ മൂത്ത ആങ്ങളുടെ യൂണിഫോമാണ് ഈ തുണി, ഈ ലൈനുള്ള. ഇപ്പോൾ എനിക്ക് തയ്ച്ച് ഇടാനായിട്ട് എനിക്ക് ലൈനുള്ള ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഞാൻ കൂടുതലും കോളറുള്ളതാണ് ഉപയോഗിക്കുന്നത്. ടോപ്പുകളെ ചുരിദാർ ടോപ്പുകൾ കോളറുള്ളതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്നർ വന്നപ്പോൾ ഇതിനകത്ത് കോളർ പറ്റത്തില്ലല്ലോ. ഇത് ഇന്നറായിട്ട് ഇടുകയും ചെയ്യാം, ഇതേപോലെ സംഭവം കൊട്ടായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം ചെയ്തു നോക്കുക. ഓക്കെ,
നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.